അപ്പോൾ ഗൈസ് ഞാൻ അൺബോക്സിംഗ് ജോഡ് നമ്മളെ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഓരോ ബോഡിലോട്ടാ പുറത്ത് സെറ്റാണോ? ഗൈസ് വെൽക്കം ബാക്ക് ടു പുതിയ അൺബോക്സിംഗ് വീഡിയോ. അപ്പോൾ നമ്മളൊന്ന് ഒരു മൈക്രോസോഫ്റ്റ് ഇങ്ങനെ പറയണം, നമ്മൾ നോർമൽ പറഞ്ഞു അൺബോക്സിംഗ് ഡ്യൂഡ്. ഇത് അൺബോക്സിംഗ് ഡ്യൂഡ്. നിങ്ങൾ വാങ്ങി എഡിറ്റിംഗ് സിംഹമാണ് ഞാൻ. ഓക്കെ, അത് വിഷയമല്ല. ഓക്കെ, സെറ്റ്. എന്നെ ഫുള്ള് കാണണമെന്നില്ല കേട്ടോ. അതിന് ഫുള്ള് കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മളെ കീബോർഡ് നോക്കാം. നമുക്ക് 1,600 ദിർഹംസ് വിലയുള്ള സാധനമാണ് ഒരു കീബോർഡിന് മാത്രം. ഒരു കാറ്റലോഗ് ഉണ്ട്, പിന്നെ ഒന്നുമില്ല. ഇത്രേ സാധനമുള്ളൂ. ഇതാണ് ബോക്സ്. ഇടാൻ ധൈര്യമില്ല, വില കൂടിയ സാധനമാണ്. ഓക്കെ, അടുത്ത് നമ്മൾ ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്ന ആ ഒരു ക്ലിക്കിൻ്റെ എടുത്തട്ടോ, എങ്ങനെ ഒട്ടുന്നുള്ള കറക്റ്റായിട്ട്. അയ്യോ കണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കാണ്. അല്ല, നമ്മൾ കൊണ്ടുവച്ച് കൊടുത്താൽ മതി, ആൾ സെറ്റാണ്. അല്ല, നമുക്ക് ഇങ്ങനെ വിളിച്ചിട്ട് ഇപ്പോൾ കീബോർഡ് കൂടി സെറ്റായിട്ടുണ്ട്. വേറെ എന്താ പറയാ. അപ്പോൾ ഇതിൻ്റെ എന്തപ്പോൾ പറയാൻ വന്ന്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷനൊക്കെ നോക്കിയിട്ട് നമ്മൾ കറക്റ്റാക്കിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രേ ഉള്ളൂ, വേറൊന്നും പറയാൻ കിട്ടില്ല. അപ്പോൾ സംഗതി സെറ്റ്. ഓക്കെ, ബൈ ബൈ. സെറ്റാണോ? അപ്പോൾ അതേപോലെ തന്നെ അടുത്ത് വാങ്ങിയ പ്രൊഡക്റ്റാണ് സർഫസ് പ്രോൻ്റെ പെന്ന്. 450 ദിർഹംസിൻ്റെ സാധനമാണ്, കോസ്റ്റ്ലി ഐറ്റം. നമുക്ക് ഇത് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സൊക്കെ അടിപൊളി ബോക്സാണ്. കാറ്റലോഗ് ഇല്ലാത്ത കളിയില്ല. ഇതിൻ്റെ കാറ്റലോഗ് പെട്ട സാധനങ്ങളാണ്. ഇതാണ് പേന, അൽ പേന. ഫോക്കസ് ചെയ്തെടുത്തോ. എൻ്റെ ചിരി സെറ്റല്ലേ? ഫോക്കസ് ഇട്ടില്ല. ഇത് എങ്ങനെ ഓണാക്കാന്നുള്ള ആദ്യം പഠിക്കണം. സെറ്റാണ് സാധനം, സെറ്റാണ്. അതായത് 8 പിടിയുള്ള മഷി കഴിഞ്ഞുകൊണ്ട് മഷി നിറച്ചിട്ട് ഞങ്ങൾ വീണ്ടും ഇടുന്നതാണ്. ഓക്കെ ഗൈസ്, അതെ തലമണ്ടയ്ക്ക് കുറെ നേരം 2 വട്ടം പറയണത്. അപ്പോൾ ഗൈസ് ഇതിൽ എങ്ങനെ മഷി നിറക്കാന്നുള്ളത് കണ്ടെത്തിയിരിക്കുകയാണ്. ഇവിടെ ഉണ്ടല്ലേ ഈ സ്പേസ്, ഇവിടെ കൊണ്ടുപോയിട്ട് ഒന്നുമില്ല, ഇവിടെ വെച്ച് കൊടുക്കാം. കണ്ടാ കൊണ്ട് ഇവിടെ ലൈറ്റൊക്കെ മിന്നാൻ തുടങ്ങി. ഓട്ടോമാറ്റിക് വയർലെസ് ചാർജിങ് ആണ്. അപ്പോൾ ഇതുമായിട്ടത് പെയർ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് എടുത്ത് നോക്കുക. അപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണിക്കും. കണ്ടാ ഐവാൽ സെറ്റ്. സിമ്പിൾ ആൻഡ് ഹമ്പിളായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത്. ഇത് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. അത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ആദ്യം പഠിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഇട്ടിരുന്നതാണ്. ഓക്കെ, സെറ്റാണ്.